ഹായ് ഫ്രണ്ട്സ്, ഞാൻ അസൂറ. മലപ്പുറം ജില്ലയിലെ കാടാമ്പയിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പേര് മുജീബ് റഹ്മാൻ. VBM ഹയർ സെക്കൻഡറി സ്കൂൾ മാറാക്കരയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. ഫാത്തിമ റിഫ 7ാം ക്ലാസ്സിലും ഫാത്തിമ റിസ UKGയിലും പഠിക്കുന്നു. ഞാൻ തുടങ്ങുന്ന ചാനലാണ് ASOO'S വേൾഡ്. ഇവിടെ വിവിധ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ഒരു മിഠായി ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങാം. അവർക്കും ഇഷ്ടപ്പെട്ട കടല മിഠായി നിർമ്മിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. വളരെ എളുപ്പത്തിൽ കടല മിഠായി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് നിലക്കടല, ശർക്കര എന്നിവയാണ് കടല മിഠായി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. നിലക്കടല എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭിക്കും. കടല നന്നായി വറുത്ത് തൊലി കളഞ്ഞതിന് ശേഷം ഒരു കനമുള്ള തവി ഉപയോഗിച്ച് ക്രഷ് ചെയ്യുക. മിക്സിയിൽ ക്രഷ് ചെയ്യരുത്, ഒരുപാട് പൊടിഞ്ഞു പോകും. ശർക്കര നന്നായി ചീകിയെടുക്കണം. ക്രഷ് ചെയ്ത കടലയും ചീകിയെടുത്ത ശർക്കരയുമാണ് ഇത്. ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന ഒരു കല്ലെടുത്ത് നന്നായി എണ്ണ തേച്ച് മാറ്റിവെക്കുക. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ചീകിയ ശർക്കര വാൽപാത്രത്തിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇളക്കണം. ഇങ്ങനെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ശർക്കര ഇതുപോലെ നന്നായി ഉരുകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഉരുകിയ ശർക്കര ഒരരിപ്പ വെച്ച് നന്നായി അരിച്ചെടുക്കണം. ശർക്കരയിലുള്ള കരടുകളും വേസ്റ്റുകളും പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരിച്ചെടുത്ത ശർക്കര വെള്ളം വാൽപാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ശർക്കരയുടെ പരുവം അറിയാൻ വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു തുള്ളി ശർക്കര വെള്ളം ഒറ്റിച്ച് നോക്കുക. ഇത് ഒറ്റിച്ചതിന് ശേഷം വെള്ളത്തിൽ കലങ്ങുകയാണ് ചെയ്തത്, അതുകൊണ്ട് ഇത് ആയിട്ടില്ല. വീണ്ടും അത് നന്നായി ഇളക്കുക. വീണ്ടും 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ശർക്കര വെള്ളം വെള്ളത്തിലേക്ക് ഉറ്റിച്ചപ്പോൾ ഈ കാണുന്നത് പോലെ ഒരു ബോൾ പരുവത്തിലായിട്ടുണ്ട്. ഇതിൽ നിന്നും ശർക്കര ആവശ്യത്തിന് കുറുകിയെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഈ രീതിയിൽ ആയാലാണ് മിഠായി നല്ലതുപോലെ ലഭിക്കുകയുള്ളൂ. തീ ഓഫാക്കിയതിനു ശേഷം മാറ്റിവെച്ച നിലക്കടല ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കുക. തീ ഓഫ് ചെയ്യാൻ മറക്കരുത്, നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എണ്ണ തേച്ച് റെഡിയാക്കി വെച്ച ചപ്പാത്തി കല്ലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. എല്ലാം ഒഴിച്ചതിന് ശേഷം തവി ഉപയോഗിച്ച് നന്നായി പരത്തണം. നമ്മൾ ഒഴിച്ച കടലയാണ് ഈ കാണുന്നത്. 2 മിനിറ്റ് തണുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ആവശ്യമുള്ള ഷേപ്പിൽ വരയുക. ഇങ്ങനെ വരയുന്നത് ഷേപ്പിൽ മിഠായി കിട്ടുന്നതിന് സഹായകമാവും. 10 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്കത് ഇളക്കി മാറ്റാം. ഇപ്പോൾ സ്വാദിഷ്ടമായ കടല മിഠായി റെഡിയായിട്ടുണ്ട്. മിഠായി ഉണ്ടാക്കുന്ന വിധം എല്ലാവരും കണ്ടല്ലോ. ഇനി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.